ഒരു സങ്കീർത്തന ഭാഗമാണ് 8-ാം സങ്കീർത്തനം. അതിനുള്ളിലെ വളരെ പ്രശസ്തമായ ഒരു കൊച്ചു വാക്യമാണ്, ഒരു ചോദ്യമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചത്. അതിലുള്ള ചില സത്യങ്ങൾ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഞാനതിന് മുഖപരിയോ പശ്ചാത്തലമോ ഒന്നും വർണ്ണിക്കുവാൻ തുനിയുന്നില്ല. മറിച്ച് മനുഷ്യർക്ക് ദൈവവചനം തന്നെ കൊടുത്തിട്ടുള്ള വിവിധങ്ങളായ പേരുകളിൽ ഒന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ അനേക ആളുകൾ കൂടിയിട്ടുണ്ട്. നമുക്കെല്ലാം വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട്. നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ പശ്ചാത്തലങ്ങളും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി ദൈവവചനം പറഞ്ഞിട്ടുള്ള പല പേരുകളിൽ ഒന്നാണ് മർത്യൻ എന്ന് പറയുന്നത്. ആ വാക്കിന്റെ അർത്ഥവും നമുക്കെല്ലാം അറിയാം. മരണത്തിന് വിധേയൻ എന്നാണ്. നമുക്കറിയാം, മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സാധാരണ കാണുന്നില്ലെങ്കിലും ചില നാളുകൾക്ക് മുൻപൊക്കെ ശവശരീരങ്ങൾ ഒരു മഞ്ചത്തിലാക്കി ചിലർ വലിച്ചുകൊണ്ട് തള്ളി അങ്ങനെയൊക്കെയാണ് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഒരു കാലം നമുക്ക് പുറകോട്ട് നോക്കിയാൽ കാണാം. ആ ശവമഞ്ചത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേകമായ വാചകവുമുണ്ട്, ഇന്ന് ഞാൻ നാളെ നീ. ഇത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇന്ന് പ്രിയ ദേവിച്ചായ നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ തന്നെ ഈ പെട്ടിക്കുള്ളിൽ കിടക്കുകയാണ്. അല്പനിമിഷങ്ങളിലൂടെ ഇവിടെ കിടന്ന് നാം ഈ ശരീരം കൊണ്ടുപോയി കല്ലറയിൽ മറവ് ചെയ്യുവാൻ പോകുകയാണ്. ഈ കിടപ്പിൽ മൗനമായിട്ട് താനും നമ്മോട് പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, ഇന്ന് ഞാൻ നാളെ നീ. ഈ പേര് അത് തന്നെയാണ് നമ്മെ ഓർപ്പിക്കുന്നത്. മനുഷ്യൻ മർത്യനാണ്. മർത്യൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഓർപ്പിച്ചല്ലോ, മരണത്തിന് വിധേയനാണ്. നാം ആരുമായിക്കൊള്ളട്ടെ, എത്ര സമ്പത്തുള്ളവരും ആയിക്കൊള്ളട്ടെ, എത്ര വിദ്യാഭ്യാസമുള്ളവരും ആയിക്കൊള്ളട്ടെ, സമൂഹത്തിൽ എത്രമാത്രം സ്ഥാനമുള്ളവരും ആയിക്കൊള്ളട്ടെ, ദൈവവചനം അല്ല, നമുക്കറിയാവുന്ന യാഥാർത്ഥ്യം ഞാൻ ഒരിക്കലൂടെ ആവർത്തിക്കുന്നു, ഞാനും നിങ്ങളും മരണത്തിന് വിധേയർ തന്നെയാണ്. ദൈവത്തിന്റെ വചനം ഒരു പരിധി വെച്ചിട്ടുണ്ട്, 70 ഏറെയായ 80 എന്നൊക്കെ. ആ പരിധി വരെ എത്തിയില്ല എങ്കിലും ചിലർ ആ നിലയിൽ മാറ്റപ്പെടുന്നു, ചിലർ ഒരുപക്ഷെ ഒരു അല്പകാലം കൂടെ ജീവിച്ചിരിക്കുന്നു. എന്തായാലും നമുക്കറിയാം, ജനിച്ചോ മരിച്ചേ പറ്റൂ. മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്റെയും നിങ്ങളുടെയും തലയ്ക്ക് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വലിയ സത്യം തന്നെയാണ്. ഇവൻ മർത്യനാണ്, ഇവൻ മർത്യയാണ് എന്നുള്ളത്. നാം ദൈവത്തിന്റെ വചനം പഠിച്ചാൽ വേദപുസ്തകം നിരവധി പ്രവചന വാക്യങ്ങളുടെ നിറഞ്ഞു നിൽക്കുന്നു. ഏറ്റവും ആദ്യത്തെ പ്രവചനം എന്ന് പറയുന്നത് മരണത്തെ കുറിച്ചുള്ളതാണ്. അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിലാണ് നാം വായിക്കുന്നത്. യഹോവയായ ദൈവം തന്നെയാണ് പറഞ്ഞത്, ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒരു പ്രവചനമാണ്, സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. വേദപുസ്തകം തുടങ്ങുന്നത് മരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വേദപുസ്തകം അവസാനിപ്പിക്കുന്നതോ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 2-ാം മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും തള്ളിയിടപ്പെടുന്ന ആ നിത്യ യാതന സ്ഥലത്തെ, ആ അനുഭവത്തെ 2-ാം മരണം എന്ന് തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ മരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് മരണം എന്തുകൊണ്ട് ഒരു യാഥാർത്ഥ്യമായി, മരണത്തിനപ്പുറത്ത് എന്താണ് ഒരവസ്ഥയുള്ളത്, ആ അവസ്ഥയിൽ നമുക്ക് ശോഭനമായ ഭാവിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് ഇത്യാദി കാര്യങ്ങളെല്ലാം വർണ്ണിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഈ ബൈബിളിലെ മരണത്തെ കുറിച്ചുള്ള സത്യങ്ങൾ മുഴുവൻ വർണ്ണിക്കുവാൻ ഇത്തരം സന്ദർഭങ്ങളിൽ സാധ്യമല്ല എന്നുള്ളത് ഞാനും നിങ്ങൾ തുറന്ന് സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണല്ലോ. വിശുദ്ധ വേദപുസ്തകം 3 വിധത്തിലുള്ള മരണങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അതിലൊന്ന് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. അതിനെയാണ് മനുഷ്യന്റെ പാപ അവസ്ഥ എന്ന് പറയുവാൻ കഴിയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥ. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്കുകൾ അങ്ങനെയാണ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഞാൻ ഇങ്ങനെ പറയട്ടെ, മർത്യൻ എന്ന പേര് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും ആത്മീയമായി മരണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് തന്നെയാണ്
ലോകത്തിന്റെ വെളിച്ചം കണ്ട് ജീവിതം ആരംഭിക്കുന്നത്. ആത്മീയമായ മരണം തിരുവെടുത്ത് പറയുന്നത് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. ആ കാര്യത്തിൽ ജാതി വ്യത്യാസമൊന്നുമില്ല, ആ കാര്യത്തിൽ സഭാ വ്യത്യാസമൊന്നുമില്ല, ആ കാര്യത്തിൽ നാട് ഏതെന്ന വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഇന്ന് ഞാൻ ഓർമ്മിക്കട്ടെ, ഈ ശരീരത്തിന്റെ ചുറ്റുമിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മനുഷ്യവർഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവെടുത്ത് പറയുന്നു, എല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്. ആത്മീയമായ മരണം. രണ്ടാമത്തേത് തിരുവെടുത്ത് പറയുന്നത് ഇത്തരം മരണങ്ങളാണ്. ഈ ലോകത്തിൽ നിന്നുള്ള വേർപാട്, ശാരീരികമായ മരണം എന്നതിനെ പറയാം. ഞാൻ ഓർപ്പിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇതുവഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. ഇതിനപ്പുറത്തൊരു മരണത്തെ കുറിച്ചും തിരുവെടുത്ത് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിച്ചു. രണ്ടാമത്തെ മരണം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. നിത്യമരണം എന്ന് പറയാം. ഈ മരണങ്ങളെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, 1 Corinthians 15-ാം അധ്യായത്തിൽ ഒരു വലിയ സ്ലോഗനുണ്ട്, ഒരു വലിയ മുദ്രാവാക്യമുണ്ട്. ദൈവമക്കൾ പാടുവാൻ പോകുന്ന ഒരു വലിയ മുദ്രാവാക്യം അതിങ്ങനെയാണ്: ഹേ മരണമേ, നിന്റെ ജയമെവിടെ? പ്രിയപ്പെട്ടവരെ പറയട്ടെ, മർത്യനാണ് ഞാനും നിങ്ങളും. എന്നാൽ ഈ മരണത്തിന്റെ മേൽ ജയമുള്ള ഒരു ജീവിതം ദൈവം നമുക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ദൈവവചനത്തിന്റെ ആലോചനയായി എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. ആത്മീയമായ മരണത്തിൽ നിന്ന് വിടുതലുണ്ട്. അതിനെ രക്ഷിക്കപ്പെടുക എന്നോ പാപമോചനമെന്നോ വിശേഷിപ്പിക്കാം. ശാരീരികമായ മരണത്തിൽ നിന്ന് വിടുതലുണ്ട്. അത് മരിച്ചടക്കപ്പെട്ടാലും ഉയർപ്പിക്കപ്പെടുന്ന പുനരുത്ഥാന ശരീരത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിത്യമായ നരകത്തിൽ നിന്നുള്ള വിടുതലിനെ രണ്ടാം മരണത്തിൽ നിന്നുള്ള മോചനം എന്ന് വിശേഷിപ്പിക്കാം. ഇതൊക്കെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമേ പറയുവാൻ സാഹചര്യം അനുവദിക്കുന്നുള്ളൂ. വേഗത്തിൽ മുൻപോട്ട് പോയി അവസാനിപ്പിക്കട്ടെ. മരണം, മർത്യൻ, ഈ പേര് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, മരണത്തിന് ഒരു നീക്കുപോക്കുണ്ട്. അതാണ് സ്വർഗത്തിലെ ദൈവമൊരുക്കിയ രക്ഷാമാർഗം എന്ന് പറയുന്നത്. ഞാൻ വായിച്ച സങ്കീർത്തനത്തിന്റെ വാക്യത്തിൽ രണ്ടാമത്തെ പദം ഞാൻ ഒന്ന് എടുത്ത് ആവർത്തിക്കട്ടെ. മർത്യനെ നീ ഓർക്കേണ്ടതിന്. മരണത്തിന് വിധേയപ്പെട്ട മനുഷ്യനെ ദൈവം ഓർത്തു എന്നുള്ളതാണ് അനുഗ്രഹീതമായ ദൈവവചനത്തിന്റെ സന്ദേശം. സുവിശേഷത്തിന്റെ കാതലതാണ് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ഇതര സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവൻ മർത്യനായി തീർന്നു. മരണം മനുഷ്യ ജീവിതത്തിൽ പ്രവേശിച്ചു. പക്ഷേ അവനെ തള്ളിക്കളയാതെ അവനെ മർത്യാവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മർത്യനെ ഓർത്തു എന്നുള്ളതാണ് അനുഗ്രഹീതമായ സുവിശേഷത്തിന്റെ സന്ദേശം. പ്രിയപ്പെട്ടവരെ പറയട്ടെ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ അങ്ങനെ തുടരുവാൻ ആഗ്രഹിക്കാത്ത ദൈവം പാപത്തിന് ഒരു നീക്കുപോക്കൊരുക്കിക്കൊണ്ട് എന്നെയും നിങ്ങളെയും മരണത്തിന്റെ മേൽ ജയമുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഓർത്തു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതാണ് തിരുവെടുത്ത് പറയുന്നത്. മർത്യനെ നീ ഓർത്തു. ദൈവം എന്നെ ഓർത്തു. ഈ പ്രിയ വ്യഭിചാരനെ ദൈവം ഓർത്തു.